ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബണ്ണുണ്ടാക്കുന്നതാണ്. ഈസി ആയിട്ട് കുഴയ്ക്കാതെ, ഒരുപാട് കുഴയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിനകത്തിലേക്ക്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിനകത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്ത് ഇതിനകത്തിലേക്ക് 2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തു. ഈ രീതിയിൽ മൈദ എടുത്തു കഴിഞ്ഞാൽ കൂടുതലാവത്തില്ല, കറക്റ്റ് അളവായിരിക്കും. രണ്ട് കപ്പ് മൈദ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്തു. ഇതിന് കുറച്ച് വെള്ളം പോരാതെ വരും. അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അത് കുറേശ്ശെ നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കണം. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആണ്. കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം. കുറേശ്ശെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കുഴച്ചത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടിയാണ്. എനിക്കത് കുഴയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിലങ്ങ് അടിച്ചെടുത്തു. അപ്പോൾ കുഴയ്ക്കുന്നതിൻ്റെ പാട് വലുതായിട്ട് എനിക്ക് വന്നില്ല. ഇപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ബൗളിലേക്ക് 2ആയിട്ട് എടുത്തിട്ടാണ് ഇട്ടത്, മുഴുവനും കൂടി ഇട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അടിച്ചെടുത്തപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടി മാവ്. കണ്ടില്ലേ, അടിച്ച മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. മറ്റേ പോർഷനും കൂടെ ഞാനെടുത്തിട്ട് മിക്സിയിൽ അടിക്കുകയാണ്. ഇനി അത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, അതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് മുഴുവൻ മാവും ഞാനത് മിക്സിയിൽ അടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി അത് ഒന്ന് യോജിപ്പിച്ച് വെച്ചാൽ മതി രണ്ടും കൂടെ. ഇതൊന്ന് യോജിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് കംപ്ലീറ്റ് പോർഷനിലും കവർ ചെയ്യത്തക്കവണ്ണം നെയ്യാക്കി, അതിൻ്റെ ഡോയുടെ എല്ലാ പോർഷനിലും നെയ്യാകത്തക്കവണ്ണം ഞാൻ പുരട്ടി വെച്ചു. ടവൽ നനച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ടതിന് ശേഷം പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനതെടുത്തത്. അപ്പോഴത്തേക്ക് ഡബിൾ സൈസ് ആയി കിട്ടി. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടാൽ അറിയാമല്ലോ, ഇപ്പം ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴയ്ക്കണം, അതിൻ്റെ എയറൊക്കെ പോകത്തക്കവണ്ണം. ഇതിൻ്റെ എയറൊക്കെ പോകത്തക്കവണ്ണം ഒന്ന് ഒതുക്കി എടുത്ത് ഉരുട്ടിയെടുക്കണം. ഇനി ഒരുപാട് വലിയ അമർത്തി കുഴയുടെ കാര്യമൊന്നും ഇനിയില്ല. ഇത്രയും ഇങ്ങനൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതിനും പൊടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുഴച്ച് എടുക്കാം. പക്ഷേ പൊടിയിട്ട് കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ കട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് തന്നെ പുരട്ടിയിട്ടാണ് അത് കുഴച്ചെടുത്തത്. ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് അല്ലെങ്കിലും ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഉരുട്ടി റെഡിയാക്കി വെക്കാൻ പറ്റും. എനിക്ക് ഒറ്റ പ്രാവശ്യം 4 വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 8 എണ്ണത്തിന് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഉരുട്ടി വെക്കുന്നത്. ഒന്ന് നെയ്യ് പുരട്ടി കുഴച്ചിട്ട് വീണ്ടും അതൊന്നുകൂടെ മടക്കി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് പ്രസ് ചെയ്തൊന്നുമല്ല, എന്നാലും ഒന്ന് ഉരുട്ടി സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കണം. അങ്ങനെ ആക്കുകയാണ് ഞാൻ. ഒരുപാട് കുഴയ്ക്കേണ്ടെങ്കിലും വീണ്ടും മടക്കുകയാണ്. കാരണം നമ്മുടെ ബണ്ണിന് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ അത് സഹായിക്കും. ഇനി അത് ഒന്ന് സിലിണ്ടറിക്കൽ ഷേപ്പാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പം ഷേപ്പാക്കി കഴിഞ്ഞു. ഇനി അത് 8ആയിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്.
ആദ്യം പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു. പിന്നെ ഓരോ പോർഷനും 4 പീസസ് വീതം ആക്കിയെടുത്തു. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി അതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ഇതാക്കി വെക്കണം. ആ ചുരുണ്ട് വരുന്ന പോർഷൻ വരുന്നത് അടിഭാഗത്താകത്തക്കവണ്ണം ആക്കിയിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഇങ്ങനെ 8 എണ്ണവും റെഡിയാക്കണം. ഇങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് 10 മിനിറ്റ് കൂടെ നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വയ്ക്കുകയാണ്. ഞാനിത് പാനിലാണ് ഉണ്ടാക്കുന്നത്. പാനിൽ നല്ലോണം നെയ്യ് കൊണ്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തിലേക്ക് തന്നെ ഓരോ ബോൾസും റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ മുട്ടയുടെ വെള്ളയും വെളുത്തെള്ളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും എടുത്തിട്ട് ഒന്നുകൂടെ ഷേപ്പാക്കിയിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം പാനിനകത്തിൽ 4 എണ്ണമാണ് ഞാൻ വെക്കുന്നത്. ഒരുവിധം ഷേപ്പാക്കി ഞാൻ വീണ്ടും അത് കാരണം ഒന്നുകൂടെ അങ്ങ് സോഫ്റ്റായിട്ട് വികസിച്ചിട്ടുമുണ്ട്. നമ്മൾ വെച്ചതിലും വലുതായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഷേപ്പ് ഒന്ന് പോരാത്ത വരുന്നത് ഷേപ്പാക്കിയിട്ട് ഞാൻ അതിനകത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 4 എണ്ണവും ഞാൻ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പുറത്തേക്ക് മുട്ടയുടെ വെള്ള ആദ്യം ഞാൻ പുരട്ടി കൊടുത്തു. 4ൻ്റെയും പുറത്ത് പുരട്ടി ഇങ്ങനെ മുകൾ ഭാഗം മാത്രം മുട്ടയുടെ വെള്ള പുരട്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് എള്ളും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. 4 ബോൾസിൻ്റെയും പുറത്ത് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഞാൻ ചൂടായി കിടക്കുന്ന ഒരു ദോശക്കല്ലുണ്ട്. എനിക്ക് വലിയൊരു ദോശക്കല്ല് ഞാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് തീ കുറച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനൊരു സ്റ്റീലിൻ്റെ അടപ്പുകൊണ്ട് മൂടി കൊടുത്തു. ഒരു 25-30 മിനിറ്റോളം എടുത്തു. എനിക്ക് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. കാരണം അതിൻ്റെ പുറം ഭാഗത്ത് ഒരു ബ്രൗൺ കളർ വരുമല്ലോ. ഇതിങ്ങനെ വെക്കുന്നതിന് പുറം ഭാഗത്ത് ബ്രൗൺ കളർ വരത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തു. മറുഭാഗം കൂടെ ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു. ഇപ്പം അതിൻ്റെ മറുപുറവും മൂത്ത് കഴിഞ്ഞു. അതുകൊണ്ടത് ഞാൻ പാനിൽ നിന്നും മാറ്റുകയാണ്. എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്കത് കാണാമായിരിക്കും, നല്ല സോഫ്റ്റാണ്. ചൂടോടെ എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് വെച്ചതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള ആൾക്കാർക്കോ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടെ റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണ്. അതും പെട്ടെന്ന് തന്നെ എനിക്കായി കിട്ടി. രണ്ടാമത്തെ ട്രിപ്പും എനിക്ക് വേഗം തന്നെ ആയി കിട്ടി. അങ്ങനെ ഞാൻ 8 ബണ്ണാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണ് പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.